പ്രിയ ധ്യാന സുഹൃത്തുക്കളെ, നമസ്കാരം. സത്സംഗം വാക്കുകളുടെ കൂട്ടായ്മയല്ല, അത് ബോധങ്ങളുടെ സംഗമമാണ്. ഇവിടെ നാം ആരാധിക്കാൻ വന്നിട്ടില്ല, ഭയപ്പെടാൻ വന്നിട്ടില്ല. നമ്മളിലുള്ള ദൈവത്വം തിരിച്ചറിയാൻ ഒരുമിച്ച് ഇരിക്കുകയാണ്. അതാണ് ഈ സത്സംഗം, അതാണ് ഈ ഗ്രൂപ്പ്. ആത്മീയത വെറും വിശ്വാസമല്ല, ആത്മീയത ബോധമാണ്. ആത്മീയതയിൽ ദൈവം പുറത്തിരിക്കുന്ന ഒരാളല്ല, ദൈവം നമ്മളിൽ ഓരോരുത്തരിലുമുള്ള ബോധമാണ്. ജീവിതം ദൈവത്തെ തേടാനുള്ള യാത്രയല്ല, ദൈവമായി ജീവിക്കാൻ ലഭിച്ച അവസരമാണ്. ധ്യാനം ആത്മാവിൻ്റെ ശാസ്ത്രമാണ്. ആത്മീയത അന്ധവിശ്വാസമല്ല, ആത്മീയ ആചാരങ്ങളുടെ തടവറയുമല്ല. ആത്മീയത സ്വന്തം ദൈവത്വം തിരിച്ചറിയുന്ന ബോധമാണ്. ആത്മീയത നമ്മോട് പറയുന്നു, നീ തന്നെയാണ് ദൈവമെന്ന് തിരിച്ചറിയൂ. മറ്റുള്ളവരിലും അതേ ദൈവത്വം കാണൂ. മത പരിവർത്തനം വേണ്ട, ധ്യാനം മാത്രം മതി. മനുഷ്യൻ മാറേണ്ടത് മതം മാറ്റിയല്ല, സ്വന്തം ദൈവത്വം തിരിച്ചറിഞ്ഞാണ്. ധ്യാനം എന്നത് നിന്റെ ശ്വാസത്തെയും നിന്റെ ചിന്തകളെയും നിന്റെ ബോധത്തെയും നിരീക്ഷിക്കുന്നതാകുന്നു. ധ്യാനം ദൈവത്തെ സൃഷ്ടിക്കുന്നതല്ല, ധ്യാനം നമ്മളിൽ ഇതിനകമുള്ള ദൈവത്വം അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. മനസ്സാണ് എല്ലാം, നീ എന്ത് ചിന്തിക്കുന്നു അതുതന്നെയാണ് നീ ആയിത്തീരുന്നത്. ധ്യാനത്തിലൂടെ മനുഷ്യൻ തിരിച്ചറിയുന്നു, ഞാൻ വെറും ശരീരമല്ല, ഞാൻ വെറും പേരല്ല, ഞാൻ ബോധമാണ്. ശാന്തി അകത്തു നിന്നാണ് വരുന്നത്, അതിനെ പുറത്ത് അന്വേഷിക്കരുത്. ദൈവം പുറത്തല്ല എന്ന് മനസ്സിലായ നിമിഷം ഭയം അവസാനിക്കുന്നു, കരുണ ആരംഭിക്കുന്നു. എല്ലാവരും ദൈവമാണ്, അതിനാൽ എല്ലാവരും ദൈവത്വത്തോടെ ജീവിക്കണം. ദൈവത്വം അത്ഭുതങ്ങൾ കാണിക്കുന്നതല്ല, ദൈവത്വം മനുഷ്യനോട് മനുഷ്യനായി പെരുമാറുന്നതാണ്. കരുണ കാണിക്കുന്നത് ദൈവത്വമാണ്, സത്യം പറയുന്നത് ദൈവത്വമാണ്, അനീതിക്കെതിരെ നിലകൊള്ളുന്നത് ദൈവത്വമാണ്. മറ്റൊരാളുടെ വേദന കണ്ട് കരുണ പൊഴിയുന്നത് ദൈവത്വമാണ്. ദൈവത്തെ ആരാധിക്കുന്നതിലപ്പുറം ദൈവമായി പെരുമാറുക. സാഹിത്യം ധ്യാനത്തിൻ്റെ ശത്രുവല്ല, സാഹിത്യം ദൈവബോധത്തിൻ്റെ സാമൂഹിക ഭാഷയാണ്. കവിത ആഴമേറിയ വികാരങ്ങളുടെ സ്വാഭാവികമായ ഒഴുക്കാണ്. സാഹിത്യം മനുഷ്യവേദനയുടെ ശബ്ദമാണ്, അവഗണിക്കപ്പെട്ടവരുടെ ദൈവത്വത്തെ ഓർമ്മിപ്പിക്കുന്ന ശബ്ദം. വഞ്ചന നിറഞ്ഞ കാലഘട്ടത്തിൽ സത്യം പറയുക ഒരു വിപ്ലവ പ്രവർത്തനമാണ്. സത്യം പറയുക ദൈവത്വത്തിൻ്റെ ധൈര്യമാണ്. എല്ലാം ചോദ്യം ചെയ്യുക അനുഭവമാണ് ഏകസത്യം. ദൈവം എന്ന് പറഞ്ഞ് ബുദ്ധി അടച്ചിടുന്നത് ദൈവത്വമല്ല, അത് അടിമത്തമാണ്. മൂഢന്മാരും അന്ധവിശ്വാസികളും എപ്പോഴും പൂർണ്ണ ഉറപ്പുള്ളവരായിരിക്കുന്നു. അതുതന്നെയാണ് ലോകത്തിൻ്റെ വലിയ പ്രശ്നവും. ധ്യാനം നിങ്ങളുടെ ദിനചര്യയിൽ പ്രതിഫലിക്കണം. ധ്യാനം ധ്യാന ഹാളിൽ അവസാനിക്കരുത്, അത് വീട്ടിൽ, ജോലിസ്ഥലത്ത്, സമൂഹത്തിൽ ദൈവത്വമായി പ്രതിഫലിക്കണം. എവിടെയെങ്കിലും നടക്കുന്ന അനീതി എവിടെയുമുള്ള നീതിക്കുള്ള ഭീഷണിയാണ്. ദൈവത്വമുള്ള മനുഷ്യൻ അനീതിയോട് മൗനം പാലിക്കില്ല. പ്രിയ ധ്യാന സഹോദരങ്ങളെ, അനുഭവത്തിൽ നിന്ന് ഒരു സത്യം തെളിയുന്നു, നീ ദൈവമാണ്, മറ്റുള്ളവരും ദൈവമാണ്. ദൈവത്വത്തോട് ജീവിക്കുക, അതാണ് ആത്മീയത. ദൈവത്വത്തോട് കൂടി ജീവിക്കുക, അതാണ് ആത്മീയത. മനുഷ്യ സ്നേഹം ആരാധനയാണ്. മറ്റുള്ള മനുഷ്യർ കൊടുക്കുന്ന ബഹുമാനം, അത് ദൈവമന്ദിരമാണ്. നമ്മളെപ്പോഴെല്ലാം മനുഷ്യനെ സ്നേഹിക്കുന്നുവോ അത് ദൈവത്തിന് നൽകുന്ന ആരാധനയ്ക്ക് സമമാണ്. കാരണം മനുഷ്യരും ദൈവമാണ്, എല്ലാ മനുഷ്യരും ദൈവത്തെ കാണാം. എല്ലാ മനുഷ്യർക്കും കൊടുക്കുന്ന ബഹുമാനം അതൊരു ദൈവമന്ദിരത്തിലേക്ക് പോകുന്നതിന് സമമാണ്. എല്ലാവർക്കും ഇത് ഉപയോഗപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം, സ്നേഹം.